ശ്രീ പദ്ധതിയിൽ സർക്കാർ പ്രതിസന്ധിയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും നടപ്പാക്കാൻ കഴിയില്ലെന്നുമാണ് സിപിഐയുടെ നിലപാട്. സിപിഐ വിദ്യാർത്ഥി സംഘടനയായ AISF സർക്കാരിനെതിരെ രംഗത്ത് വന്നു. സിപിഐയുടെ അനുമതിയില്ലാതെ പദ്ധതിയുമായി എങ്ങനെ മുന്നോട്ടു പോകാനാകും എന്നതാണ് സർക്കാരിനെ കുഴക്കുന്നത്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ PM ശ്രീ പദ്ധതി ഇടതുമുന്നണിയിൽ ഒരു തുറന്ന പോരിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും RSS അജണ്ട, RSS നയങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് CPI പറയുമ്പോൾ കാര്യങ്ങൾ പോകുന്നത് മുന്നണിയിൽ തന്നെ ഒരു തുറന്ന പോരിലേക്കാണ്. വിവരങ്ങൾ. ഭവ്യ, നേരത്തെ തന്നെ PMCയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ CPM-ഉം സർക്കാരും PMC നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് CPM-ന്റെ മനം മാറി. നടപ്പാക്കിയില്ലെങ്കിൽ 1400 പരം കോടി രൂപ നഷ്ടപ്പെടും. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട 1400 കോടി പരം രൂപ നഷ്ടമാകും. അത് വേണോ എന്ന ചോദ്യമാണ് CPM-നും വിദ്യാഭ്യാസ വകുപ്പിനും മുന്നിൽ വന്നത്. അങ്ങനെ പദ്ധതി സ്വീകരിക്കാൻ PMC നടപ്പാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതിയും അതിനുണ്ട്. ഒരു മന്ത്രിസഭാ യോഗത്തിൽ തന്നെ CPI മന്ത്രിമാർ ഇതിനുള്ള എതിർപ്പ് അറിയിക്കുകയും അന്ന് നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെക്കുകയുമായിരുന്നു. ഇപ്പോൾ വീണ്ടും CPM അതുമായി മുന്നോട്ട് പോവുകയാണ്. CPI എതിർപ്പ് മറികടന്ന് മുന്നോട്ട് പോയി കഴിയുള്ളൂ നിലപാടാണ് ഇപ്പോൾ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. CPI നേതൃത്വം പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരു കാരണവശാലും ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി K രാജനുമൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാടും മാറ്റമില്ല. ഏതായാലും അത് സർക്കാരിലും ഇടതുമുന്നണിയിലും വലിയൊരു പ്രതിസന്ധി, തെരഞ്ഞെടുപ്പ് ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. എങ്ങനെ ഈ വിഷയം പരിഹരിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര PMC നടപ്പാക്കിയില്ലെങ്കിൽ 1400 കോടി രൂപ നഷ്ടമാകും. വിദ്യാഭ്യാസ രംഗത്ത് തുക നഷ്ടമാകും. നടപ്പാക്കിയാൽ CPIയുടെ വലിയ എതിർപ്പുമുണ്ട്. ഇതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുള്ളത്. CPIയുടെ വിദ്യാർത്ഥി സംഘടന AISF അടക്കമുള്ളവ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. BJP-യും ABVP-യും ഒക്കെ വൈകി ഉദിച്ച വിവേകമെന്നാണ് സർക്കാരിന്റെ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത്. ഇനിയെങ്കിലും അതിൽ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് ABVP-യുടെ ആവശ്യം. കോൺഗ്രസും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും സർക്കാർ ഒരു പ്രതിസന്ധിയുണ്ട്. CPIയെ തള്ളി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉള്ളത്. അരുൺ, PM ശ്രീക്ക് വഴങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സർക്കാർ നയവും മാറുമോ? PMC പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പല പദ്ധതികളും കൃഷി വകുപ്പിന്റെയും അതുപോലെ തന്നെ CPI ഭരിക്കുന്ന മറ്റു വകുപ്പുകളിലും ഒക്കെ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികൾ പലതും നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലും നടപ്പാക്കാൻ കഴിയൂ എന്ന ചോദ്യമാണ് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നയമാറ്റത്തിന് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചേ മതിയാകും. അവിടെ RSS അജണ്ട അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാനത്ത് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നടപ്പാക്കാതിരുന്നാൽ പോരെ. പക്ഷേ അതിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെടുത്തണോ എന്ന ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. ഈ ഫണ്ട് സ്വീകരിച്ചാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങേണ്ടി വരുമെന്നൊരു നിലപാടാണ് CPI ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.